വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ അവിടെ തടഞ്ഞ ശിവനാണെങ്കിൽ നിർത്തുന്നുണ്ട്. അതിനുശേഷം വിജയലക്ഷ്മി ആണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ടുവരികയാണ്. അന്നേരം ശാലിനി കുഞ്ഞിനെ അങ്ങോട്ട് വാങ്ങുന്നുണ്ട്. അന്നേരം ഇതോടുകൂടി തീർന്നു, ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിനെക്കുറിച്ച് അങ്ങ് പറയുന്ന കേൾക്കുമ്പോൾ ശാലിനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. അന്നേരം രക്തബന്ധം അങ്ങനെ ആർത്ത് മുറിച്ച് കളയാൻ പറ്റുന്ന അതൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശിവനും പറയുന്നുണ്ട്, നിങ്ങളത് ആരോടാണ് അന്തർക്കിക്കുന്നത്, എന്തുവാ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ പറയാൻ ഇയാൾ ആര് എന്നൊക്കെ വീണ്ടും കൃഷ്ണൻകുട്ടി ചോദിക്കുക. അന്നേരം ആരും ആയിക്കൊള്ളട്ടെ, പക്ഷെ പോക്കൃത്തരം പറഞ്ഞാലുണ്ടല്ലോ അതിനെതിര് പറയുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രാജീവ് സാറല്ലേ പറയേണ്ടതിനുള്ള ഉത്തരം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ വിജയലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ കൂടെ അവൾ താമസിക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ഒരു സൂചന പോലും വന്നിട്ടില്ല, പിന്നെ ഞങ്ങളിത് എങ്ങനെ അംഗീകരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് പിന്നെ ജാരസന്തതിയാണെന്നാണോ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ശിവനും ശാലിനിയും ഒക്കെ ഇവരോട് തർക്കിക്കുന്നുണ്ട്. പക്ഷേ ഇവർ തകർത്ത് പിടിച്ച് നിൽക്കുകയാണ്. അവസാനം ശാലിനി ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വഴി നോക്കിക്കൊള്ളാം, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, മകന് വിദേശത്ത് നിന്ന് ജോലി മതിയാക്കി ഇവിടത്തേക്ക് വരേണ്ടി വരും, പിന്നീട് കോടതി തീരുമാനിക്കും എവിടെ താമസിക്കണം എവിടെ താമസിക്കേണ്ട എന്താണ് എന്നുള്ളതൊക്കെ എന്ന് പറയുന്നുണ്ട്. അതിനെ ഭീഷണിപ്പെടുത്താനാണോ എന്ന് ചോദിക്കുന്നുണ്ട് വിജയലക്ഷ്മി. അങ്ങനെയുള്ളവരുടെ കൂടെ അങ്ങനെയല്ലേ പറ്റിയുള്ളൂ എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്ന് പറഞ്ഞിട്ട് ഇനി ശല്യപ്പെടുത്താനായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പോകരുത്, ഇതോടുകൂടി തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി വാ കൃഷ്ണൻകുട്ടി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം കൃഷ്ണൻകുട്ടി വീണ്ടും ശിവനോടും ശാലിനിയോടും പറയുന്നുണ്ട്, കേട്ടല്ലോ, ഇനി ഞങ്ങളെ ശല്യപ്പെടുത്താനായിട്ട് ഇങ്ങോട്ട് വരെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവർ കൃഷ്ണൻകുട്ടി അങ്ങോട്ട് ഇറങ്ങുകയാണ്. തുടർന്ന് അവിടെ കാർ പാർക്കിങ്ങിലേക്ക് എത്തിയിട്ട് ഇനി ആ മാരണ എന്തായാലും ഒഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മളെങ്ങനെ പോകുമെന്നിങ്ങനെ കൃഷ്ണൻകുട്ടി ചോദിക്കുമ്പോൾ ദേ വണ്ടിയല്ലേ കിടക്കുന്നതെന്ന് ഓട്ടോ ചൂണ്ടി പറയുമ്പോൾ എങ്കിൽ ഇതിലങ്ങ് പോവാം, എത്രയും പെട്ടെന്ന് പോയാൽ മതി എന്നും പറഞ്ഞ് ഇവർ തിരിച്ചു പോകുന്നുണ്ട്. അതേ സമയമാണെങ്കിൽ അവിടെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ശാലിനി നിൽക്കുകയാണ്, ശിവനും ഉണ്ട് കൂടെ. ഈ സമയത്ത് നഴ്സ് എന്ന് പറയുന്നുണ്ട്, പേഷ്യൻറ്റിന് ബോധം വന്നു, ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാമെന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ശിവൻ്റെ കയ്യിൽ കുഞ്ഞിനെ മോളെ പിടിക്കുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. എന്നിട്ട് ശാരികയാണെങ്കിൽ ഇങ്ങനെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കിടക്കണം, ഓക്സിജൻ മാസ്ക് വരെ ഉണ്ട്, തലയിലൊക്കെ വെച്ച് കെട്ട് എല്ലാ മുറിയൊക്കെ ആയിട്ട് അനങ്ങാൻ പറ്റാതെ, ചുറ്റും കുറേ നഴ്സുമാരൊക്കെ ഉണ്ട്. അന്നേരം എന്നെ എന്തിനാണ് ഇങ്ങനെ കിടത്തിയിരിക്കുന്നതെന്നിങ്ങനെ ആ ഒരു മാസ്ക് വെച്ച് ചോദിക്കുന്നുണ്ട് പതിയെ. അന്നേരം എന്നെയും കൊന്നു തന്നൂടെയും ചോദിക്കുകയാണ്. അന്നേരം ഇതൊക്കെ ആർക്ക് ഞങ്ങളായിട്ടുണ്ടാക്കി വരുത്തി വെച്ചതല്ലല്ലോ ചേച്ചി, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്, ആരെ ഏൽപ്പിച്ചിട്ടാണ് ചേച്ചി, കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതിൻ്റെ അവകാശം ആർക്കാണോ അവരെ തന്നെ ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അന്നേരം ചേച്ചി അംഗീകരിക്കാത്ത അവർ ചേച്ചിയുടെ മോളെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ, അവരത് സമ്മതിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരികയാണെങ്കിൽ ഉത്തരവില്ലാതെ ഇങ്ങനെ വിഷമിച്ചും കിടക്കുകയാണ്. തുടർന്ന് ശാരിക ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൾ എവിടെയും ചോദിക്കുകയാണ്. അന്നേരം ചാകാൻ പോയതല്ലേ, പിന്നെ മോളെ കുറിച്ച് അന്വേഷിക്കുന്ന എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവിടെയും എന്നെ ദൈവം സഹായിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ ശാരിക സങ്കടപ്പെടുന്നുണ്ട്. അന്നേരമാണെങ്കിൽ കുറേ നൂലാമാലകളുണ്ട്, അതൊക്കെ ഇവിടുത്തെ കാര്യം ഞാൻ എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യാം, പക്ഷേ ഇനിയെങ്കിലും ഇതുപോലെ ഒന്നും കാണിക്കരുത്, എനിക്ക് ഓടാൻ വയ്യാഞ്ഞിട്ടാണ് എന്നിങ്ങനെ സങ്കടത്തോടെ ശാലിനി പറയുമ്പോൾ ശാരികയ്ക്കാണെങ്കിൽ അത് കേട്ട് കിടക്കാനേ സാധിക്കുന്നു. ആകെ കരഞ്ഞാണ് ശാരിക കിടക്കുന്നതൊക്കെ. അതിനുശേഷം ശാലിനിയാണെങ്കിൽ പുറത്തേക്ക് അങ്ങോട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശിവൻ്റെ കയ്യിൽ വേറൊരു കുട്ടി ഇരിക്കുന്നത് കാണുന്നുണ്ട്. അന്നേരം ശാലിനിയാണെങ്കിൽ അതിന് നോക്കിയിട്ട് ശിവ മോൾ എവിടെയും ചോദിക്കുക. അന്നേരം ശിവനൊന്നും മിണ്ടുന്നില്ല. അന്നേരം ശിവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലേ പോയ മോൾ എവിടെയും ചോദിക്കുകയാണ്. രണ്ടു വട്ടം ചോദിച്ചിട്ടും ശിവൻ മിണ്ടില്ല. മൂന്നാമത്തെ തവണ ശിവ മോൾ എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശിവൻ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങോട്ടത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ആ സ്ത്രീയാണെങ്കിൽ കുഞ്ഞിനിങ്ങനെ പാല് കൊടുക്കുകയാണ്. തുടർന്ന് ശാലിനി തിരിച്ചിഞ്ഞ് വരികയാണ്. അന്നേരം ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അമ്മമാർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല, അമ്മമാരുടെ സാമീപ്യം തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കരച്ചിലുള്ള ഏറ്റവും വലിയ ഒറ്റമൂലി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി വീണ്ടും അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം ആ സ്ത്രീ ഇങ്ങനെ ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് കുഞ്ഞിനെ മാറ്റിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പറയുന്നുണ്ട്, പിന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ എൻ്റെ കുഞ്ഞ് കരയുന്നത് പോലെ തന്നെയാണ് തോന്നിയത്, നിങ്ങളുടെ ഹസ്ബൻഡാണെങ്കിൽ കരയുന്ന കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, നിങ്ങളെ ആണെങ്കിൽ അടുത്തെങ്ങും കാണാനും ഇല്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ശിവനെ തന്നെ നോക്കിയാണ് ശിവനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ആ സ്ത്രീ അങ്ങനെ അമ്മ അടുത്തില്ല എന്ന് കരുതിയാണ് എടുത്ത് പാലൊക്കെ കൊടുത്തത്. പിന്നെ പാല് കൊടുത്തപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിയെ പോലെയാണ് തോന്നിയത് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചങ്ങ് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ശാലിനിയാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ ശാലിനി ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഇരിക്കുകയാണ്. ശിവൻ്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ അവരങ്ങ് വാങ്ങുന്നുണ്ട്. എല്ലാം ഒരു വിധിയാണ് അല്ലേ ശിവ എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുമ്പോൾ ശിവനിങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ശിവനും ശാലിനിയും കൂടി ഈ കുഞ്ഞിനെയും കൊണ്ട് കുടുംബശ്രീ വീട്ടിൽ
വീട്ടിലേക്ക് വരികയാണ്. അന്നേരമാണെങ്കിൽ അതിന് മുന്നേ അവരിങ്ങനെ നിൽക്കുമ്പോൾ രോഹിത് ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്, ഓട്ടോയിൽ ചെല്ലുകയാണ്. എന്നിട്ട് ശരിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേക്കാണെങ്കിൽ ശ്യാമയാണെങ്കിൽ രോഹിത്തിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ശ്യാമയാണെന്ന് പറഞ്ഞ് രോഹിത്ത് എടുക്കുന്നുണ്ട്. അന്നേരം ഇവർ മിണ്ടാതെ നിൽക്കുകയാണ്. അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, രോഹിത്ത് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ എന്നൊക്കെ തപ്പിയിട്ട് രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ സൂപ്പർ മാർക്കറ്റിലാണ്, എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നും വേണ്ട ചോദിക്കുമ്പോൾ എന്താ വിളിച്ചതെന്ന് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്കൊന്ന് കേൾക്കാനാണെന്ന് പറഞ്ഞിട്ട് ശ്യാമ അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, ശ്യാമയാണ്, അവൾക്കിപ്പോൾ ഞാൻ എവിടെയാണെന്നറിയാം, അതിന് വേണ്ടി വിളിച്ചതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, ശാരിയെയും കുഞ്ഞിനെയും ഒരിക്കലും ഇനി കുടുംബശ്രീ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. ശ്യാമയാണെങ്കിൽ ആകെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെയും ശാരിയെയും കൊണ്ട് ചെന്നാൽ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എൻ്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല, അസൂയയും കുശുമ്പൊക്കെ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി പറയുകയാണ്, അവരെ അങ്ങോട്ടത്തേക്ക് കൊണ്ടുവരരുത്. പിന്നെ എന്നെ ഒടുക്കത്തെ സംശയവുമാണ് എന്നിങ്ങനെ സഹായനായിട്ട് രോഹിത്ത് പറയുമ്പോൾ ശിവനും ശാലിനിയും അത് കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷമാണ് ഈ ശിവനും ശാലിനിയും കൂടി കുഞ്ഞിനെയും കൊണ്ട് ആ ജീപ്പിൽ, വിഷ്ണുവിൻ്റെ ജീപ്പിൽ തന്നെ കുടുംബശ്രീ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ശാന്തയാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ടുവരുന്നത് ഓടി ചെല്ലുകയാണ്. ശ്യാമ ഇറങ്ങി വരുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ അച്ഛൻ്റെ സുന്ദരി മോളെ എന്നും പറഞ്ഞ് കുഞ്ഞിനെ അങ്ങോട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശാരിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ശാന്ത ചോദിക്കുകയാണ്. അന്നേരം ഹോസ്പിറ്റലിൽ തന്നെ കിടന്നേ ശരിയായി, ഈ സമയത്ത് കുഞ്ഞിനെ ഒന്ന് നോക്കാനായിട്ട് കഴിയില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിർത്താനും പറ്റില്ല, അതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ളവർ നോക്കിയേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ്. ശിവനും ജീപ്പിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടത്തേക്ക് നിൽക്കുന്നുണ്ട്. അന്നേരം ശ്യാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യമൊക്കെ വരികയാണ്. ശ്യാമ പറയാണ്, ഈ കുഞ്ഞിനെ പിന്നെ ആര് നോക്കണമെന്നാണ് പറഞ്ഞത്? ഇപ്പോൾ വീട്ടിലുള്ളവർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണിൽ ഞാനാണല്ലോ വെറുതെ നിൽക്കുന്നവർ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ എനിക്കിവിടെ പിടിപ്പത് ജോലിയാണ്, അതൊട്ട് ആരും അറിയുന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് തട്ടിക്കയറുകയാണ്. എന്നാൽ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത്, നിനക്കിവിടെ എന്ത് ജോലിയാണ്? ഹോട്ടലിൽ പണിയാണെങ്കിൽ ശാരദ അത് ശാന്തി ഏൽപ്പിച്ചിട്ടാണ് പോയത്, നിന്നോടൊരു കൈസഹായത്തിന് നിൽക്കാനേ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഞാനീ ചെയ്തതൊന്നും കാണുന്നില്ലല്ലേ, അപ്പോൾ ആ കൈസഹായം എന്താണെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി, അത് ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ ആര് നോക്കും എന്നിങ്ങനെ, നീ എന്തോ എങ്ങോട്ടായി പറഞ്ഞു കയറുന്നത് എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ട് നോക്കിയാൽ മതി, പോറ്റമ്മയും വളർത്തച്ഛനും ഉണ്ടല്ലോ, അവരങ്ങോട്ട് നോക്കിയാൽ മതി, അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ ശിവനെ ശാലിനി ഉദ്ദേശിച്ചാണ് പറയുന്നത്. അന്നേരം ശാലിനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. ഇവിടെ ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ പിന്നെ അപ്പൂപ്പനും ചിറ്റമ്മയും ഒക്കെ ഉള്ളപ്പോൾ എൻ്റെ വീട്ടിൽ അവിടെ കൊണ്ടു ചെന്ന് അവരോട് ഞാൻ എങ്ങനെയാണ് നോക്കാൻ പറയുക? അപ്പോൾ നിങ്ങൾക്ക് അവരെന്ത് വിലയാണ് തരുന്നത്? അതുകൊണ്ട് 1-2 ദിവസം ഈ കുഞ്ഞിനെ നീ നോക്കിയേ മതിയാവും, അതിനുള്ളിൽ ഞാൻ എന്തെങ്കിലും കണ്ടോളാം എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. ഈ സംസാരം അങ്ങ് കയറി പോവുകയാണ്. അന്നേരം ശാന്ത പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും വിരോധമില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം, പൊന്നുപോലെ നോക്കിക്കോളാം, കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇനി ഇവിടെ ഒരു തർക്കം വേണ്ട എന്നിങ്ങനെ ശാന്ത പറയുമ്പോൾ ആ ഒരു മനസ്സ് പോലും ശ്യാമയ്ക്കില്ല എന്നോർത്ത് ഗോപാലകൃഷ്ണനും പിന്നെ ശാലിനിക്കൊക്കെ ആകപ്പാടെ വിഷമം വരുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ കുഞ്ഞിനെ എടുത്തിരിക്കുകയാണ്. ഗോപാലകൃഷ്ണൻ പറയുന്നത്, ആരും നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം, എൻ്റെ മകളുടെ കുട്ടിയല്ലേ, ശാരദ തിരികെ വരുമ്പോൾ എനിക്കിതിനെ ഏൽപ്പിക്കാനുള്ളതാണ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, അച്ഛൻ ഏത് സമയം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇരിക്കുമോ? അന്നേരം നിനക്ക് നോക്കാൻ പറ്റില്ലെന്നല്ലേ പറയുന്നത്, പിന്നെ എൻ്റെ നോട്ടം എങ്ങനെയാണെന്ന് നീ പഠിപ്പിക്കേണ്ട എന്നിങ്ങനെ ശ്യാമയെ ഇടയ്ക്ക് നിർത്തുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ ശ്യാമ മിണ്ടുന്നില്ല. അതിനുശേഷം കാണിക്കുന്നവർ ശാലിനിയാണെങ്കിൽ തിരികെ സത്യഭാമയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ സത്യഭാമയാണെങ്കിൽ വീണ്ടും കണക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം പൊന്നി വരുമ്പോൾ പിള്ളയോട് സാധനങ്ങൾ കൊണ്ടുവരാൻ വാങ്ങിക്കാൻ പറഞ്ഞു ചോദിക്കുമ്പോൾ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. തുടർന്നാണെങ്കിൽ പിള്ള ഓടിപ്പാഞ്ഞ് സ്കൂട്ടിയിൽ വീണ്ടും വരികയാണ്. സത്യാമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അന്നേരം എന്തിനാണ് ഇങ്ങനെ ഓടുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ മാർക്കറ്റിൽ വെച്ച് സോമശേഖരനെ കണ്ടു എന്ന് പറയുമ്പോൾ അയാൾ എന്താ പിള്ളയെ പേടിപ്പിച്ചു, അയാൾ ഇപ്പോഴും നമുക്ക് പൈസ തരാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആ ഒരു കുട്ടികൃഷ്ണൻ ആത്മഹത്യ ചെയ്തില്ലേ, പിന്നെ അതിന് കാരണം സത്യാമ്മയാണെന്നാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ എന്ത് ചെയ്തു, പൈസ എന്നിൽ നിന്ന് മാത്രമല്ലല്ലോ, ഞാൻ എന്ത് ചെയ്തു ചോദിക്കുമ്പോൾ അല്ല സത്യാമ്മയിൽ പണം വാങ്ങിച്ചില്ലേ, അപ്പോൾ സത്യാമ്മ ഭീഷണിപ്പെടുത്തിയതിൽ മനന്നൊന്താണ് ആത്മഹത്യ ചെയ്യാൻ നോക്കിയതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇത് ഹാളിൽ ശാലിനി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം അത് ഞാൻ മാത്രമല്ലല്ലോ, പണം കൊടുത്ത് ചോദിച്ചു, എന്നിൽ നല്ല നാട്ടുകാർ കുറച്ച് പേര് എന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്, അത് പണം തരാതിരിക്കാനുള്ള ഒരു ഇതാണ്, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയേണ്ട
ആവശ്യമൊന്നുമില്ല, അയാൾ ചുമ്മാ പിള്ളയെ പേടിപ്പിക്കാൻ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താ ശാരദ, എന്താ സത്യാമ്മയെന്നും പറഞ്ഞ് ശാലിനി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ആ ഒരു കുട്ടിക്കൃഷ്ണൻ ആത്മഹത്യ ചെയ്യാൻ നോക്കിയില്ലേ, അതിപ്പോൾ സത്യാമ്മയുടെ പേരാണ് പറയുന്നതെന്നൊക്കെ പിള്ള പറയുന്നുണ്ട്. അത് മാത്രമല്ല, ആത്മഹത്യാക്കുറിപ്പിൽ 2 പേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ ഒന്ന് സത്യാമ്മയുടെ പേരാണ് എന്നൊക്കെ സോമശേഖരൻ പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. പക്ഷേ സത്യഭാമ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ തന്നെ ശാലിനിക്ക് ആകപ്പാടെ ആ കേസ്, ആ ഒരു പ്രശ്നം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ശാലിനിക്ക് അവിടെ മനസ്സിലാകുന്നുണ്ട്. ഇത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് അപ്പോൾ തന്നെ അവിടെ ഗോപാലകൃഷ്ണനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വീട്ടിലേക്ക് വരും. ശാലിനി എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് സോമശേഖരൻ സത്യഭാമയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു സീനൊക്കെ. പക്ഷേ മിക്കവാറും അവിടെ ആ ഒരു കുട്ടികൃഷ്ണൻ എഴുതിയതിൽ സത്യഭാമയെക്കുറിച്ച് മോശമായിട്ടൊന്നും എഴുതാൻ സാധ്യതയില്ല. സോമശേഖരൻ എഴുതി ചേർക്കുന്നത് ഒരു പണിയാവാനാണ് സാധ്യത. അയാൾ ഇത് ആർക്കും ഒരു പങ്കില്ല എന്ന് പറഞ്ഞായിരിക്കും ആത്മകുറിപ്പുണ്ടെങ്കിൽ തന്നെ എഴുതിയത്. പക്ഷേ ഇവർ ഭാമയെ പൂട്ടാനെന്നോണം സത്യഭാമയുടെ പേര് ചേർക്കുകയായിരിക്കും ചെയ്യുന്നത്. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.